ഹലോ മൈ ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് 9th സ്റ്റാൻഡേർഡിലെ ദ ലാസ്റ്റ് ലീഫ് എന്ന ചാപ്റ്ററിൻ്റെ ആക്ടിവിറ്റീസാണ്. ഇതിൻ്റെ ക്വസ്റ്റ്യൻ ആൻസർ നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആവശ്യമുള്ളവർ ഉണ്ടെങ്കിൽ നമ്മുടെ പ്ലേ ലിസ്റ്റിൽ ഉണ്ടായിരിക്കും, നിങ്ങളൊന്ന് വാച്ച് ചെയ്യുക. ഇനി നമുക്ക് ആക്ടിവിറ്റീസിലേക്കാണ് പോകേണ്ടത്. വലിയ ആക്ടിവിറ്റീസ്, ഒരുപാട് ആക്ടിവിറ്റീസ് ഇതിലുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് 2 പാർട്ടായിട്ട് ഇത് ചെയ്യാം. അല്ല എന്നുണ്ടെങ്കിൽ വീഡിയോ അപ്ലോഡ് ചെയ്യാനും അതുപോലെ നിങ്ങൾക്കത് കാണാനും അസൗകര്യമാകും. അതുകൊണ്ടാണ് നമ്മൾ 2 പാർട്ടായിട്ട് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ പോകാം. ലെറ്റസ് റീവിസിറ്റ് ആൻഡ് റിഫ്ലക്റ്റ് എന്നുള്ള ഭാഗം തൊട്ടാണ് ഇനി നമുക്ക് നോക്കാനുള്ളത്. നോക്കാം. അതിനു മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്യുക. എങ്കിൽ മാത്രമേ ഇനി അടുത്ത വീഡിയോസൊക്കെ ഇടുമ്പോൾ നിങ്ങൾക്കത് പെട്ടെന്ന് നിങ്ങളുടെ നോട്ടിഫിക്കേഷനിൽ വരികയുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ സമയം കളയാതെ നമുക്ക് നേരെ ആക്ടിവിറ്റീസിലേക്ക് പോകാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ റോൾ ഓഫ് പേഷ്യൻസ്, കൺവിക്ഷൻ ഓർ വിൽ പവർ ഇൻ ദ പ്രോസസ് ഓഫ് ഗെറ്റിംഗ് ക്യൂർഡ് ഓഫ് എ ഡിസീസ്? ഡു യു തിങ്ക് ഇറ്റ് ഹാസ് എ പോസിറ്റീവ് റോൾ? വൈ? ഒരു രോഗിയുടെ രോഗം ഭേദമാകാൻ അത് വിൽ പവർ, ഇച്ഛാശക്തിക്ക് പങ്കുണ്ട് എന്നാണ് പറയുന്നത്. പങ്കുണ്ട് എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ഡു യു തിങ്ക് ഇറ്റ് ഹാസ് എ പോസിറ്റീവ് റോൾ? അതിന് എന്തെങ്കിലും പോസിറ്റീവ് റോൾ ഉണ്ട് എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? വൈ, എന്തുകൊണ്ട് എന്നതാണ് ചോദ്യം. ആൻസർ നോക്കാം. Conviction and willpower play a very prominent and positive role in a patient's life. They, along with hope and confidence, raise a patient's spirits and will help him or her to overcome the disease. Many prominent persons have successfully fought even terminal diseases with their willpower. For a sound body, one needs a sound mind. എന്താ പറയുന്നത്, വലിയ വലിയ ആളുകളും വലിയ വലിയ അസുഖമുള്ള ആളുകൾ കൂടി എന്ത് ചെയ്തിട്ടുണ്ട്? അവരുടെ അസുഖം ഭേദപ്പെട്ടിട്ടുണ്ട്. അവരുടെ വിൽ പവർ കാരണം, അല്ല അവരുടെ കോൺഫിഡൻസ് കാരണം അവരെന്ത് ചെയ്തിട്ടുണ്ട്? രോഗത്തിൽ നിന്നും രക്ഷപ്പെട്ടിട്ടുണ്ട് എന്നാണ് പറയുന്നത്. മരുന്നുകൾ മാത്രമല്ല വേണ്ടത്, കൂടെ എന്തും കൂടി വേണം? നമ്മുടെ കോൺഫിഡൻസും. അസുഖം മാറും എന്നുള്ള നമ്മുടെ കോൺഫിഡൻസും വിൽ പവറും എല്ലാം അതിൻ്റെ കൂടെ ഉണ്ടെങ്കിലേ നമ്മുടെ അസുഖങ്ങൾ ഭേദമാകുകയുള്ളൂ. ദെൻ സെക്കൻഡ് ക്വസ്റ്റ്യൻ, do you think Behrman drew the leaf knowing well that he was risking his own life? Give a reason. നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ ബെർമാൻ ആ ചിത്രം വരച്ചത്, ആ ലീഫിൻ്റെ ചിത്രം വരച്ചത് അദ്ദേഹത്തിൻ്റെ ജീവൻ പണയം വെച്ചിട്ടാണ് എന്നുള്ളത് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? റീസൺ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ആൻസർ നോക്കൂ. Behrman always called himself as a watchdog and protector of the two artists. It was very difficult for him to understand the uncanny belief of Johnsy, and he was very concerned. Outside, it was raining heavily and there was a very possibility that he would get pneumonia. Still, he risked his life because he wanted to Johnsy to live. നമുക്കറിയാം, അദ്ദേഹം വാച്ച് ഡോഗ്, പ്രൊട്ടക്ടർ എന്നെല്ലാം വിശേഷിപ്പിക്കുന്നുണ്ട്. അദ്ദേഹത്തിന് എന്താണ്? ആ ജോൺസിയുടെ ജീവൻ രക്ഷിക്കണം എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ ആവശ്യം. അദ്ദേഹത്തിന് അറിയാം, ആ കടുത്ത മഴയിൽ, ആ ഹെവി റെയിനിൽ കൊണ്ടു കഴിഞ്ഞാൽ എന്താവും? ന്യൂമോണിയ ബാധിക്കുമെന്ന് അദ്ദേഹത്തിന് അറിയാം. എന്നിട്ടും അദ്ദേഹം എന്ത് ചെയ്തു? റിസ്ക് എടുത്തിട്ടാണ് അത് വരച്ചത്. എന്തുകൊണ്ടാണ്? അദ്ദേഹത്തിന് ജോൺസിയുടെ ജീവൻ രക്ഷിക്കണം എന്നുള്ളതായിരുന്നു ആവശ്യം. ദെൻ തേർഡ് ക്വസ്റ്റ്യൻ, do you think the painting was Behrman's masterpiece? Substantiate. What message does it convey? നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ ആ പെയിൻറ്റിങ് എന്നുള്ളത് ബെഹർമാൻ്റെ ഒരു മാസ്റ്റർ പീസ് ആണ് എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? അത് ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ച് പറയാനാണ് പറയുന്നത്. എന്ത് മെസ്സേജാണ് അത് കൺവേ ചെയ്യുന്നത് എന്നുകൂടി ചോദിക്കുന്നുണ്ട്. Yes, the painting was Behrman's masterpiece. It was not a mere painting but a life-saving one, as it transformed Johnsy to a woman who wants to live and not die. It is needed a masterpiece and it gave life to someone. അല്ലെ, എന്തുകൊണ്ടാണ് മാസ്റ്റർ പീസ് എന്ന് പറയാൻ കാരണം എന്താണ്? ഇത് ജോൺസിയുടെ ജീവൻ തന്നെ രക്ഷിച്ചു, അല്ലേ? ഒരാളുടെ ജീവൻ രക്ഷിക്കാൻ ഇത് കാരണമായി എന്നുള്ളത് കൊണ്ടാണ് ഇതൊരു മാസ്റ്റർ പീസ് ആണ് എന്ന് പറയുന്നത്. ഇനി ആക്ടിവിറ്റി 1. ആക്ടിവിറ്റി 1-ലെ ഒരു 1 നോക്കൂ. Now that you have read the story The Last Leaf, complete the story map given below. The Last Leaf എന്നുള്ള കഥ നമ്മൾ വായിച്ചിട്ടുണ്ട്. ഇനി അതിൻ്റെ ഒരു മാപ്പ് കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. നോക്കൂ. ദെൻ ഇതിൽ ടൈറ്റിൽ നമ്മൾ നമ്മുടെ ചാപ്റ്ററിൻ്റെ പേര് തന്നെ കൊടുക്കാം, ദ ലാസ്റ്റ് ലീഫ്. ഓതർ ആരാണ് എഴുതിയിരിക്കുന്നത്? O. ഹെൻറി. ദെൻ ക്യാരക്ടേഴ്സ്. ആരൊക്കെയായിരുന്നു ഇതിൻ്റെ ക്യാരക്ടേഴ്സ്? ഹ്യൂ, ജോൺസി, മിസ്റ്റർ ബെർമാൻ ആൻഡ് ഡോക്ടർ. ദെൻ സെറ്റിങ്സ്. എവിടെയായിരുന്നു? ഗ്രീൻവിച്ച് വില്ലേജ്, ന്യൂയോർക്ക് സിറ്റി.
ഇനി പ്രോബ്ലം എന്തായിരുന്നു ഈ കഥയിലെ പ്രോബ്ലം? ജോൺസി ഹാസ് ഗിവൺ അപ്പ് ഹോപ്പ് ഓഫ് ഗെറ്റിംഗ് വെൽ. ഷീ ബിലീവ്സ് ദാറ്റ് വെൻ ദ ലാസ്റ്റ് ലീഫ് ഓൺ ദ വൈൻ ഫാൾസ് ഷീ വിൽ ഡൈ. അല്ല, ആ വൈൻ ചെടിയിലെ അവസാന ഇല വീഴുമ്പോൾ അവൾ മരണപ്പെടും എന്നുള്ളൊരു പേടി ജോൺസിക്ക് ഉണ്ടായിരുന്നു. ദെൻ നമുക്ക് നോക്കുന്നത് മെയിൻ ഈവൻറ്റ്സ്. അതിലെന്താ വരുന്നത് നോക്കൂ. Johnsy and Sue are artists who move into Greenwich Village in New York City to earn a living. Pneumonia attacks Johnsy and she falls ill. She relates her life with the leaves on the ivy vine and believes that when the last leaf falls, she will die. Behrman, an old artist, risks his life and paints a leaf on the wall, his masterpiece. The last leaves on the ivy vine makes Johnsy understand her foolishness and she survives. Then solution. Solutionന്റെ കോളം നോക്കൂ. When the last leaf falls, Mr. Behrman paints a leaf on the wall and it saves Johnsy's life. Then last ഒരു കോളം ഉണ്ട്, തീം. എന്ത് കൊടുക്കാം? ലവ്, ഫ്രണ്ട്ഷിപ്പ്, ഹോപ്പ്, വിൽ പവർ, സാക്രിഫൈസ്. ഓക്കെ, ഇത്രയുമാണ് നമ്മുടെ സ്റ്റോറി മാപ്പിൽ നമ്മൾ ഉൾപ്പെടുത്തേണ്ട കാര്യങ്ങൾ. മെയിൻ ഈവൻറ്റ്സ് എഴുതുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? അതിൻ്റെ മെയിൻ പോയിന്റ്സ് മാത്രം ആ സ്റ്റോറി ആ മാപ്പ് കാണുമ്പോൾ നമുക്ക് മനസ്സിലായിരിക്കണം ഇതായിരുന്നു അതിൻ്റെ കഥ എന്ന് മനസ്സിലാകുന്ന രൂപത്തിലുള്ള പോയിന്റ്സ് വേണം നിങ്ങൾ സെലക്ട് ചെയ്ത് എഴുതാൻ. ഓക്കെ, ദെൻ ആക്ടിവിറ്റി 2 പോകാം. Activity 2. Sue and Behrman have different character traits, yet they have something in common. Sue Behrman എന്ന് പറയുന്നത് രണ്ട് ഡിഫറെൻ്റ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സാണ്. ബട്ട് അവർക്ക് രണ്ടുപേർക്ക് എന്തുണ്ട്? ചില കാര്യങ്ങളിൽ സാമ്യതയുണ്ട്. Fill in the characters indication maps given below using words that describe the characters and their actions and then quote sentences from the story to justify your words. താഴെ സ്യൂവിൻ്റെയും അതുപോലെ ബെഹർമാൻ്റെ രണ്ട് എന്ത് കൊടുത്തിട്ടുണ്ട് എന്നാ പറഞ്ഞ ക്യാരക്ടർ ഇൻഡിക്കേഷൻ മാപ്പ് കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾ ഫില്ല് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അതിലെന്തൊക്കെ വരണം? അവരുടെ ക്യാരക്ടേഴ്സ് എങ്ങനത്തെ ക്യാരക്ടേഴ്സാണ് എന്ന് വരണം. അവരുടെ ക്യാരക്ടറിൻ്റെ സ്വഭാവം എങ്ങനത്തെയാണ് എന്ന് വരണം. ദെൻ ദെയർ ആക്ഷൻ, അതിൻ്റെ ആക്ഷൻ എഴുതണം. അതുപോലെ കോട്ട്, ആ സ്റ്റോറിയിൽ വന്നിട്ടുള്ള അവർ പറഞ്ഞിട്ടായിട്ടുള്ള സെൻറ്റൻസുകൾ ആണ് കോട്ടിൽ എഴുതേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്ക് ആൻസേഴ്സ് നോക്കാം. നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. ദെൻ രണ്ടാമത്തെ നോക്കൂ, കൈൻഡ് ആൻഡ് കൺസിഡറേറ്റ് എന്നുള്ളതാണ്. അതിൻ്റെ ആക്ഷൻ എന്താണ്? ഷീ ട്രൈഡ് ടു ഇൻസ്റ്റിൽ കോൺഫിഡൻസ് ഇൻ ജോൺസി. ഷീ വാണ്ടഡ് ടു മേക്ക് മണി ടു ബൈ സം ഗുഡ് പോട്ട് വൈൻ ഫോർ ജോൺസി. അതിൻ്റെ കോട്ട് എന്താണ്? ദ ഡോക്ടർ ഡിഡിൻറ്റ് സേ പോട്ട് വൈൻ. ദെൻ അടുത്തത് സെൻസിറ്റീവ് ആൻഡ് തോട്ട്ഫുൾ. അതിൻ്റെ ആക്ഷൻ വരുന്നത് വിത്തൗട്ട് ഷോയിങ് ഹെർ സാഡ്നെസ് ഷീ കെപ്റ്റ് അപ്പ് എ ചിയർഫുൾ ഫേസ്. ദെൻ അതിൽ എന്താ സെൻറ്റൻസ് കൊടുത്തിട്ടുള്ളത്? ജോൺസി ഡിയർ വർക്കിംഗ്, ദ ഡോക്ടർ ഫൂളിഷ്നെസ് സെഡ് സ്യൂ, ഡിയർ ജോൺസി വാട്ട് ഷാൾ ഐ ഡു. ദെൻ വേർഡ്സ് എന്താണ് കൊടുത്തിട്ടുള്ളത്? സെൽഫ്ലെസ് അല്ലെങ്കിൽ സാക്രിഫിഷ്യൽ എന്ന് കൊടുത്തിട്ടുണ്ട്. അതിൽ ആക്ഷൻ വരുന്നത് എന്താണ്? ഷീ വെൻറ്റ് ഇൻ ടു ജോൺസീസ് റൂം വിസ്ലിംഗ്. ഷീ ട്രൈഡ് ടു ഹൈഡ് വാട്ട് ദ ഡോക്ടർ ടോൾഡ് ഹെർ. She tried to console Johnsy. She made money to buy some good port wine for Johnsy. അതിലെ കോട്ട് now try wine. Then fearful or scared. She feared that Johnsy's strange idea will take her life. She looked at the ivy vine fearfully. ഇതാണ് സ്യൂവിൻ്റെ മാപ്പ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് താഴെയുള്ള ബെഹർമാൻ്റെ മാപ്പ് നോക്കാം. അംബീഷ്യസ് ആണ്. അതിൻ്റെ ആക്ഷൻ വരുന്നതാണ് ഹി ഓൾവേസ് ടോക്ക്ഡ് അബൌട്ട് ദ ഗ്രേറ്റ് മാസ്റ്റർ പീസ് ഹി വാസ് ഗോയിങ് ടു പെയിൻറ്റ്. ദെൻ കോട്ട് ദ ബ്ലാങ്ക് ക്യാൻവാസ്. ദെൻ വേർഡ് കൈൻഡ് ആൻഡ് കൺസിഡറേറ്റ്. ആക്ഷൻ he scolded Sue when he heard about Johnson's strange idea. He posed as a model for Sue. Why do you into her mind? Oh, little Miss Johnsy. Next word, selfless or sacrificial. He risked his own life to save Johnsy's life. Mr. Behrman died. Last leaf fell. Fiercely protective. He regarded himself as a watchdog and protector for the young artist of whom he was very fond. He regarded himself as a watchdog. അല്ലേ, അതാണ് അതിൻ്റെ സെൻറ്റൻസ് വരുന്നത്. ദെൻ വേർഡ് എന്താണ്? ഫിയർഫുൾ. ഹി ലുക്ക്ഡ് അറ്റ് ദ ഐവി വൈൻ ഫിയർഫുള്ളി. എന്താണ് കോട്ട് വരുന്നത്? ഹി ലുക്ക്ഡ് അറ്റ് ദ ഐവി വൈൻ ഫിയർഫുള്ളി എന്ന് തന്നെയാണ് അതിൻ്റെ കോട്ടും വരുന്നത്.
ഓക്കെ, ഇത്രയാണ് സെക്കൻഡ് ആക്ടിവിറ്റി എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് ഇനി അടുത്തത് എന്താ പറയുന്നത് നോക്കൂ. റൈറ്റ് എ പാരഗ്രാഫ് കമ്പയറിങ് ആൻഡ് കോൺട്രാസ്റ്റിംഗ് ദ ക്യാരക്ടേഴ്സ്. ഈ രണ്ട് ക്യാരക്ടേഴ്സിൻ്റെയും അവരെ കമ്പയർ ചെയ്തും കോൺട്രാസ്റ്റ് ചെയ്തും ഒരു പാരഗ്രാഫ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. നോക്കൂ. സ്യൂ ആൻഡ് ബെർമാൻ ഇൻ ദ സ്റ്റോറി ദ ലാസ്റ്റ് ലീവ്സ് ആർ കൈൻഡ് ആൻഡ് കൺസിഡറേറ്റ് ക്യാരക്ടേഴ്സ് ഹു ഓൾവേസ് തിങ്ക് അബൌട്ട് ദ വെൽ ബീയിങ് ഓഫ് ദെയർ ഫ്രണ്ട് ജോൺസി. Pneumonia has cast a shadow over the dreams of Johnsy, but Sue somehow wanted to keep her spirits alive. Johnsy correlates the falling of leaves of the ivy vine with her life and believes that the falling of last leaf means her death is near. Sue finds her argument foolish and wants Johnsy to promise not to look at the ivy vine. She is quite sensitive because she cries after listening to the doctor's words. She whistles and puts up happy face in front of Johnsy. Even old Behrman is quite kind and considerate and reveals his genuine affection for Johnsy when he says, "Oh, that poor little Miss Johnsy." His fiercely protective nature is quite clear when he scolds you for filling Johnsy's mind with silly ideas. Although Sue and Berman put up brave faces, both have fear about Johnsy's condition. Both the characters are quite selfless and sacrificial. Sue sacrifices money and time to save Johnsy, whereas Berman risks his own life and succeeds in saving Johnsy's life. Both of them stand tall as a symbol of hope, friendship and sacrifice, and we cannot but admire them. ഇതാണ് രണ്ടുപേരും ഒരേപോലെയുള്ള ആൾക്കാരാണ് അല്ലേ. ഒരാൾ ഒന്ന് ചെയ്യുമ്പോൾ മറ്റേ ആൾ വേറെ ഒന്ന് ചെയ്യുകയാണ് ചെയ്യുന്നത്. രണ്ടുപേരുടെയും മനസ്സ് ഒരുപോലെയാണ്. അത് നമുക്ക് എന്താ പ്രതീക്ഷ തരുന്നത്, നമുക്ക് എന്തൊക്കെ സിമ്പിൾസാണ് തരുന്നത്, പ്രതീക്ഷയുടെ, അതുപോലെ എന്താ പറയുന്നത് ഫ്രണ്ട്ഷിപ്പിൻ്റെ, അതുപോലെ സാക്രിഫൈസിൻ്റെ എല്ലാം നമുക്കൊരു സിമ്പിളാണ്, ഒരു പാഠമാണ് അവർ തരുന്നത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ദെൻ ആക്ടിവിറ്റി 3. Activity 3. Johnsy was quite grateful to Sue for having stood with her during her difficult times. Look at the greeting card Johnsy sent to Sue on Friendship Day. ഇത് എന്താ പറഞ്ഞിരിക്കുന്നത്, ജോൺസി സ്യൂവിന് അയച്ച ഒരു ഗ്രീറ്റിംഗ് കാർഡാണ് താഴെ കൊടുത്തിരിക്കുന്നത് അല്ലേ. എന്നാണ് അയച്ചത്, ഫ്രണ്ട്ഷിപ്പ് ഡേക്ക് സ്യൂവിന് അയച്ച ഒരു ഗ്രീറ്റിംഗ് കാർഡാണ് താഴെ കൊടുത്തിരിക്കുന്നത്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക. ദെൻ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് നോക്കൂ. മേക്ക് എ ഗ്രീറ്റിംഗ് കാർഡ് വിത്ത് മെസ്സേജ് ഓർ കോഡ്സ് ടു ബി സെൻഡ് ടു യുവർ ഫ്രണ്ട്സ് ഓൺ ഫ്രണ്ട്ഷിപ്പ് ഡേ. ഫ്രണ്ട്ഷിപ്പ് ഡേൻ്റെ അന്ന് നിങ്ങൾ നിങ്ങളുടെ ഒരു ബെസ്റ്റ് ഫ്രണ്ടിന് നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളൊരു ഗ്രീറ്റിംഗ് കാർഡ് ഉണ്ടാക്കി അയക്കണം. നിങ്ങളുടെ മെസ്സേജ് അല്ലെങ്കിൽ കോട്ടൊക്കെ ഉൾപ്പെടുത്തി പിക്ചറൊക്കെ ഉൾപ്പെടുത്തി നല്ലൊരു ഗ്രീറ്റിംഗ് കാർഡ് ഉണ്ടാക്കി അയക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇത് നിങ്ങളുടെ ഐഡിയ ഉപയോഗിച്ചിട്ട് നിങ്ങൾ ചെയ്യേണ്ട ഒരു ആക്ടിവിറ്റിയാണ്. ദെൻ ആക്ടിവിറ്റി 4 നോക്കാം. Select one of the scene from the story The Last Leaf, preferably conversation, and convert into a comic strip. നിങ്ങളുടെ ലാസ്റ്റ് ലീഫ് എന്നുള്ള ചാപ്റ്ററിൽ നിന്ന് ഒരു സീൻ എടുത്തിട്ട്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു സീൻ എടുത്തിട്ട് എന്താക്കണം, അത് നിങ്ങളൊരു കോമിക് സ്ട്രിപ്പായിട്ട് മാറ്റണം. അതായത് ഒരു ഹാസ്യ ചിത്രമായിട്ട് മാറ്റിയെടുക്കാനാണ് പറയുന്നത്. എന്താണ് കോമിക് സ്ട്രിപ്പ് എന്ന് വെച്ചാൽ, കോമിക് സ്ട്രിപ്പ് ഈസ് എ സീക്വൻസ് ഓഫ് ഡ്രോയിങ്സ് അറേഞ്ച്ഡ് ഇൻ ഇന്റർലേറ്റഡ് പാനൽസ് ടു ഡിസ്പ്ലേ ഹ്യൂമർ ഓർ ഫോം എ നരേറ്റീവ്, ഓപ്പൺ സീരിയലൈസ്ഡ് വിത്ത് the text in a balloons and captions. എന്തൊക്കെയാണ് ഉണ്ടാകുക, കോമിക് സ്ട്രിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ഡ്രോയിങ്സ് ഉണ്ടായിരിക്കും അല്ലേ, കാർട്ടൂൺസിൻ്റെ ചിത്രങ്ങൾ ഉണ്ടായിരിക്കും, അതുപോലെ ടെക്സ്റ്റുകൾ ഉണ്ടായിരിക്കും. അതെങ്ങനെയായിരിക്കും എന്നാ പറയുന്നത്, ടെക്സ്റ്റ് ഇൻ ബലൂൺസ്. അതായത് നമ്മൾ ഈ ചിത്രത്തിൽ കാണുന്നത് പോലെയുള്ള റൗണ്ടിലായിട്ടുള്ള ഓരോ ക്യാരക്ടറും പറയുന്നത് ഒരു റൗണ്ട് സർക്കിളായിട്ട് ഇങ്ങനെ നമ്മൾ പറയുന്ന ഡയലോഗുകൾ എഴുതുക. അതൊക്കെ ഉൾപ്പെടുത്തിയിട്ട് വേണം നിങ്ങൾ കോമിക് സ്ട്രിപ്പ് ഉണ്ടാക്കാൻ. ദെൻ complete the conversation between Sue and Johnsy. താഴെ നിങ്ങൾക്കൊരു കോൺവെർസേഷൻ തന്നിട്ടുണ്ട്. സ്യൂവും ജോൺസിയും തമ്മിൽ നടക്കുന്ന ഒരു കോൺവെർസേഷനാണ് താഴെ ബോക്സിലുള്ളത്. നോക്കൂ. ഹൗ ആർ യു? ഹാവ് യു ബീൻ കഫിങ് എ ലോട്ട്? ഹാവ് യു ടേക്കൻ യുവർ മെഡിസിൻ?
സ്യൂ ചോദിക്കുകയാണ്, എങ്ങനെയുണ്ട് നിനക്ക്, നീ നിന്റെ മരുന്നുകളൊക്കെ കുടിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുക. അപ്പോൾ ജോൺസി പറയാണ്, ഓ ഐ തിങ്ക് ഇറ്റ്സ് ഓഫ് നോ യൂസ്, മൈ കഫ് ഈസ് കില്ലിങ് മീ. എന്താ പറയുക, അതുകൊണ്ടൊന്നും ഒരു കാര്യവുമില്ല, എൻ്റെ ചുമ എന്നെ കൊല്ലാനേ നോക്കുന്നുള്ളൂ, എന്നെയും കൊണ്ടേ പോകൂ എന്ന് പറയുകയാണ്. അപ്പോൾ സ്യൂ പറയുന്നത്, വാട്ട് ആർ യു ലുക്കിംഗ് അറ്റ്, നീ എന്താണ് നോക്കുന്നത് എന്ന് പറയുകയാണ്. ദെൻ ബാക്കി നിങ്ങളോട് അത് ഫില്ല് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ എന്തെല്ലാം എഴുതി ചേർക്കാൻ പറ്റും, നിങ്ങളുടെ ഐഡിയ ഉപയോഗിച്ചിട്ട് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, എന്തൊക്കെ നിങ്ങൾക്ക് അവിടെ ചേർക്കാൻ പറ്റുമെന്ന് നിങ്ങളുടെ ഐഡിയയിൽ നിങ്ങൾ എഴുതി നോക്കണം. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ദെൻ അപ്പോൾ ജോൺസി പറയുന്നത്, അറ്റ് ദ ഐവി വൈൻ ലീവ്സ്, ഞാൻ എങ്ങോട്ടോ നോക്കുന്നത്, ഞാൻ ആ വള്ളിച്ചെടിയിലെ ഇലകളിലേക്കാണ് നോക്കുന്നത് എന്ന് പറയാണ്. സ്യൂ പറയാണ്, വാട്ട് ഹാവ് ഐവി ലീവ്സ് ടു ഡു വിത്ത് യു. ജോൺസി പറയാണ്, വെൻ ദ ലാസ്റ്റ് ലീഫ് ഫാൾസ് ഐ വിൽ ഓൾസോ ഡൈ. അല്ലേ, അത് നീ അങ്ങോട്ട് നോക്കിയിരുന്നിട്ട് എന്താ കാര്യം എന്ന് ചോദിക്കുമ്പം ജോൺസി പറയാണ്, അതിലെ ലാസ്റ്റ് ഇല വീഴുമ്പോൾ ഞാൻ മരണപ്പെടുമെന്നാണ് പറയുന്നത്. സ്യൂ പറ, ഡൈ പ്ലീസ് ഡോണ്ട് ബി സില്ലി ആൻഡ് ഫൂളിഷ്, മരിക്കേ, നീ ഇങ്ങനെ വിഡ്ഢിത്തം ഒന്നും പറയാതിരിക്കുക എന്ന് പറയാം. അപ്പോൾ ജോൺസി പറയാം, ഐ വാണ്ട് ടു സീ ദ ലാസ്റ്റ് ലീഫ് ഫാൾ ദെൻ ഐ വിൽ ഗോ ടു, എനിക്ക് കാണണം, ആ ലാസ്റ്റ് ലീഫ് വീഴുന്നത് എനിക്ക് കാണണം, എന്നിട്ട് എനിക്ക് അതിൻ്റെ കൂടെ പോകുകയാണ് വേണ്ടത് എന്ന് പറയുകയാണ്. സ്യൂ പറയുന്നത്, സ്റ്റോപ്പ് ഹാവിങ് അൺനെസസറി തോട്ട്, സ്ലീപ്പ് വെൽ, നീ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും ചിന്തിക്കല്ലേ, നീ നന്നായിട്ട് ഉറങ്ങാൻ ശ്രമിക്കുക എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ കോൺവെർസേഷൻ നടത്തുന്നത്. ഇനി ഇതാണ് നമ്മൾ ഒരു കോമിക് സ്ട്രിപ്പായിട്ട് മാറ്റാൻ പോകുന്നത്. ഓക്കെ, ഈ കോമിക് സ്ട്രിപ്പ് നിങ്ങളോട് എന്താ പറഞ്ഞിരിക്കുന്നത്, ഈ കോൺവെർസേഷൻ നിങ്ങൾ കോമിക് സ്ട്രിപ്പായി മാറ്റുമ്പോൾ ഇതിൽ നിന്ന് പാനൽസ് ആയിട്ട് മാറ്റണം. കോമിക് സ്ട്രിപ്പ് നമ്മൾ സീൻ 1 സീൻ 2 അങ്ങനെ പറയാറുണ്ട് അല്ലേ. ഈ ഡ്രാമയൊക്കെ എഴുതുന്ന സമയത്ത്, പ്ലേ ഒക്കെ എഴുതുന്ന സമയത്ത് നമ്മൾ സീൻ 1 സീൻ 2 എന്ന് പറഞ്ഞിട്ടാണ് എഴുതാറുള്ളത്. എന്നാൽ ഈ കോമിക് സ്ട്രിപ്പ് എഴുതുന്ന സമയത്ത് നമ്മൾ പാനൽ 1 പാനൽ 2 എന്ന് പറഞ്ഞിട്ടുള്ള പേരുകളാണ് നമ്മൾ കൊടുക്കുന്നത്. ഓരോ ഭാഗങ്ങളാക്കി തിരിക്കുക, അതിനാണ് പാനൽ 1 പാനൽ 2 എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഓരോ പാനലിലും എത്ര പാനലാക്കി തിരിക്കാമെന്നും ഓരോ പാനലിലും എന്തൊക്കെ ഉൾപ്പെടുത്താമെന്നും നോക്കാം. ഇതിൽ പാനൽ 1 നിങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട് അല്ലേ. ഡിവൈഡ് ദ കോൺവെർസേഷൻ ഇൻ ടു പാനൽസ്, ആഡ് നെസസറി ഡീറ്റെയിൽ ടു ഈച്ച് പാനൽ ആൻഡ് ഡെവലപ്പ് ഇൻ ടു സ്ക്രിപ്റ്റ് ഓഫ് കോമിക് സ്ട്രിപ്പ്. അതിൽ പാനൽ 1 നിങ്ങൾക്ക് ഒരു എക്സാമ്പിൾ ആയിട്ട് കൊടുത്തിട്ടുണ്ട് അല്ലേ. അതിൽ കൊടുത്തുള്ള ക്യാപ്ഷൻ എന്താണ്, റിട്ടേണിംഗ് ഹോം ഫ്രം വർക്ക്, സ്യൂ ലുക്ക് റിയലി ടയേർഡ്. ദെൻ പിക്ചർ, സ്യൂ ഈസ് ലുക്കിംഗ് വെരി സാഡ് ആൻഡ് ടയേർഡ്, ഷീ ഈസ് വിയറിംഗ് എ ബ്രൗൺ ഓവർ കോട്ട് എന്ന് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഒരു പിക്ചറൈസേഷനും അതിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് നിങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട്. ദെൻ പാനൽ 2 പാനൽ 3 ആണ് നിങ്ങളോട് എഴുതാൻ പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ പിക്ചറും അതുപോലെ ഡയലോഗ്സ് അടുത്ത് കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ പിക്ചർ എഴുതണം. ദെൻ പാനൽ 3 ഒന്നും കൊടുത്തിട്ടില്ല, ക്യാപ്ഷൻ നിങ്ങൾ എഴുതണം, പിക്ചർ എഴുതണം, ഡയലോഗ് എഴുതണം, അതുപോലെ കോമിക് സ്ട്രിപ്പ് നിങ്ങളൊരു ചിത്രം കൂടി അവിടെ അതിന് യോജിച്ചൊരു ചിത്രം കൂടി നിങ്ങൾ വരച്ചു കൊടുക്കാനാണ് പറയുന്നത്. നമുക്ക് പാനൽ 2 നോക്കാം. പാനൽ 2 പിക്ചർ എന്താ കൊടുക്കാൻ നോക്കാം. ജോൺസി ഈസ് വിയറിംഗ് എ ബ്ലൂ കോട്ട്, ഷീ ഈസ് സിറ്റിംഗ് ഓൺ എ ബെഡ് നിയർ ദ വിൻഡോ, എ ഗ്രീൻ ബെഡ് ഷീറ്റ് ഈസ് യൂസ്ഡ് ടു കവർ ദ ബെഡ്, Sue is wearing a blue coat and is standing next to her. On the top left hand side, a blue curtain is seen hanging on a half open window. A long shadow on the walls is created by the sunlight that creeps in through the window. A table lamp is kept on red box beside the bed. A picture of comic figure is seen hanging on the wall. എന്നുള്ള പിക്ചറിൽ നമുക്ക് ഇങ്ങനെ എഴുതി കൊടുക്കാം. ദെൻ നമുക്ക് നോക്കേണ്ടത് പാനൽ 3. ദെൻ പാനൽ 3 നമ്മൾ എല്ലാം നമുക്ക് എഴുതി കൊടുക്കേണ്ടതാണ്. പിക്ചർ, ഡയലോഗ്, ക്യാപ്ഷൻ എല്ലാം നമ്മൾ എഴുതി കൊടുക്കണം, ചിത്രവും വരച്ചു കൊടുക്കണം. നോക്കൂ, ദെൻ പാനൽ 3 ആദ്യം കൊടുത്തിരിക്കുന്നത് ക്യാപ്ഷൻ ആണ് അല്ലേ. ക്യാപ്ഷനിൽ നമ്മൾ എന്ത് എഴുതും, സ്യൂ ലുക്സ് അറ്റ് ജോൺസി ആങ്ഷ്യസ്ലി, ജോൺസി ഈസ് ലുക്കിംഗ് അറ്റ് ദ ഐവി വൈൻ ഔട്ട്സൈഡ്. ദെൻ പിക്ചറിൽ എന്താ കൊടുക്കുന്നത് നോക്കൂ, Jonesy is wearing a blue overcoat and she is looking at the ivy vine leaves outside curiously. She covers her body using the green bed sheet. Sue, who is also wearing a blue overcoat, is looking anxiously at her. The window is completely open and a blue curtain is hanging on its side.
Through the window, we can see an ivy vine with a few leaves. One leaf is on the way down. The room is completely lit by sunlight എന്ന് കൊടുക്കാം. ഈ പിക്ചറൈസേഷൻ ആണ് ഇതിൽ മെയിൻ ആയിട്ട് നിങ്ങൾ നോക്കേണ്ടത്. എന്താ പിക്ചറൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, എന്തൊക്കെയാണ് അതിൽ സംഭവിക്കുന്നത് എന്ന് നിങ്ങൾ പിക്ചറൈസേഷൻ ആയിട്ട് അതിൻ്റെ ഒരു ഡിസ്ക്രിപ്ഷൻ തന്നെയാണ് നിങ്ങൾ എഴുതി വെക്കേണ്ടത്. എന്തൊക്കെ കാര്യങ്ങളാണ് ഉള്ളത് എന്ന് നിങ്ങൾ അതിലാണ് എഴുതി വെക്കേണ്ടത്. പിക്ചർ എന്നുള്ള ഭാഗത്താണ് നിങ്ങൾ ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് എഴുതി വെക്കേണ്ടത്. ദെൻ ഡയലോഗ്സ് ആണ് അടുത്തത്. Sue, what are you looking at? John said, the ivy vine leaves. Sue, what have ivy leaves to do with you? When the last leaf falls, I will also die എന്നുള്ള ഡയലോഗും എഴുതി കൊടുക്കുക. ഇത് നമ്മൾ നേരത്തെ ഫസ്റ്റിൽ കണ്ട ആ കോൺവെർസേഷനെയാണ് നമ്മൾ കോമിക് സ്ട്രിപ്പായിട്ട് മാറ്റിയിരിക്കുന്നത് അല്ലേ. നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു സീന് വേറെ എടുത്തിട്ട് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാം. അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, കൊടുത്തിരിക്കുന്ന ഈ കോൺവെർസേഷനെ തന്നെ നിങ്ങൾക്ക് ഇങ്ങനെ ഈ രൂപത്തിൽ കോമിക് സ്ട്രിപ്പായിട്ട് മാറ്റാം. ഇനി ഇതിന് യോജിച്ച ഒരു ചിത്രം നിങ്ങൾ അവിടെ വരച്ചു കൊടുക്കണം. ബ്ലൂ കോട്ടും അതുപോലെ മറ്റേ ബ്ലൂ കർട്ടൻ എല്ലാം ഹാങ് ചെയ്യുന്ന, വിൻഡോസിൽ ഹാങ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു രൂപത്തിലുള്ള ഒരു ചിത്രമൊക്കെ നിങ്ങൾക്ക് വരക്കാൻ കഴിവുള്ളവരാണെങ്കിൽ, നിങ്ങൾ കാർട്ടൂൺസ് ഒക്കെ വരക്കുന്നവരാണെങ്കിൽ അങ്ങനെ ഒരു ചിത്രം അവിടെ വരച്ചു കൊടുക്കുക. എന്നിട്ട് ഈ ഡയലോഗ്സ് നിങ്ങൾ എന്ത് ചെയ്യണം, ഡയലോഗ്സ് സ്യൂവിൻ്റെയും ജോൺസിൻ്റെയും ചിത്രമായിരിക്കണം അതിലുണ്ടായിരിക്കേണ്ടത്. എന്നിട്ട് അവർ പറയുന്ന ഈ ഡയലോഗ്സ് നമ്മൾ എഴുതിയില്ല, ഈ ഡയലോഗ്സ് എന്നുള്ള പോർഷനിൽ എഴുതിയത് നിങ്ങൾ എന്ത് ചെയ്യണം, ഒരു റൗണ്ട് സർക്കിൾ രൂപത്തിൽ ബലൂൺസ് രൂപത്തിലുള്ള ഒരു സർക്കിൾ വരച്ചിട്ട് അതിൽ എഴുതി കൊടുക്കണം. അവർ ഓരോരുത്തരും പറയുന്ന ഡയലോഗ്സ് ആയിട്ട് നിങ്ങൾ ഏതെങ്കിലും 1-2 ഡയലോഗ്സ് അങ്ങനെ എഴുതി കൊടുക്കുക. ഓക്കെ, ഇങ്ങനെയാണ് കോമിക് സ്ട്രിപ്പ് എഴുതേണ്ടത്. മനസ്സിലായി എന്ന് പ്രതീക്ഷിക്കുകയാണ്. ദെൻ നെക്സ്റ്റ് ആക്ടിവിറ്റിയിലേക്ക് പോകാം. Then activity 5. We have now read the story The Last Leaf by O. Henry and become quite familiar with the characters and the plot. Now let's see how an event from the story can be developed into radio play. നിങ്ങളോട് ഇനി ഈ റേഡിയോ പ്ലേ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. എങ്ങനെയാണ് നിങ്ങൾ റേഡിയോ പ്ലേ ഉണ്ടാക്കുക? എന്താണ് റേഡിയോ പ്ലേ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം. എന്താണ് നമ്മൾ ഉപയോഗിക്കുന്ന റേഡിയോയിലൂടെ വോയിസ് മാത്രമാണ് കേൾക്കുന്നത് അല്ലേ, നമുക്ക് കാണാൻ കഴിയില്ല. അതുപോലത്തെ ഒന്നുണ്ടാക്കാനാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. എല്ലാം നിങ്ങൾക്ക് വോയിസ് മാത്രമായിട്ടാണ് കേൾക്കുന്നത്. നാടകം, റേഡിയോയിൽ ഒരുപാട് പ്രോഗ്രാംസ് നമുക്ക് കേൾക്കാം. നാടകങ്ങളെല്ലാം ഉണ്ടാക്കാറുണ്ട്. അതെല്ലാം എന്താണ്, അത് വോയിസ് ആയിട്ട് മാത്രമേ നമുക്ക് കേൾക്കൂ. എന്നാൽ തന്നെ നമുക്കത് കണ്ടൊരു ഫീലിങ്സ് നമുക്ക് കിട്ടും. അങ്ങനെ ഒരു റേഡിയോ പ്ലേ ഉണ്ടാക്കാനാണ് നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത്. Sue and Johnsy had met in a restaurant of an 8th Street hotel. Here is a sample script based on the meeting between Sue and Johnsy at a restaurant. നിങ്ങൾക്ക് സ്യൂവും അതുപോലെ ജോൺസിയും കണ്ടുമുട്ടുകയാണ്. എവിടെ വെച്ചിട്ടാണ് കണ്ടുമുട്ടിയത്? റെസ്റ്റോറൻറ്റ്, സ്ട്രീറ്റ് ഹോട്ടലിലെ റെസ്റ്റോറൻറ്റ് വെച്ച് കണ്ടുമുട്ടുന്ന ഒരു സീൻ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. അങ്ങനെ ഉള്ള ആ സീനിനെയാണ് നിങ്ങൾ റേഡിയോ പ്ലേ ആക്കിയിട്ട് മാറ്റേണ്ടത്. അവിടെ ഡയലോഗ്സും അവിടെ നടക്കുന്ന കാര്യങ്ങളെല്ലാം ഉപയോഗിച്ചിട്ടുമാണ് നിങ്ങൾ റേഡിയോ പ്ലേ എഴുതാൻ. ഓക്കെ, നിങ്ങൾക്ക് ഇവിടെ ഒരു സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യണം, ആ സാമ്പിൾ ഒന്ന് വായിച്ച് നോക്കുക. എങ്ങനെയാണ് റേഡിയോ പ്ലേ എഴുതുക എന്നുള്ളത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലെ ആ സാമ്പിൾ എക്സാമ്പിൾ നിങ്ങൾ ഒന്ന് വായിച്ച് നോക്കുക. ശേഷമാണ് നിങ്ങൾ റേഡിയോ പ്ലേ എന്താണെന്ന് മനസ്സിലാക്കേണ്ടത്. ഓക്കെ, ഇത് നമ്മൾ വായിക്കുന്നില്ല, നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കിയാൽ മതി. നിങ്ങളത് വായിച്ചു കഴിഞ്ഞതിന് ശേഷം എന്താ ചെയ്യേണ്ടത്? നോക്കൂ. ബേസ്ഡ് ഓൺ ദ സ്ക്രിപ്റ്റ് പെർഫോം ആൻഡ് റെക്കോർഡ് എ റേഡിയോ പ്ലേ വിത്ത് അപ്രോപ്രിയേറ്റ് സൗണ്ട് എഫക്ട് യൂസിങ് സ്യൂട്ടബിൾ സോഫ്റ്റ്വെയർ, അപ്ലോഡ് ഇറ്റ് ഓൺ യൂട്യൂബ്. നിങ്ങളോട് ഇത് ബേസ് ചെയ്തിട്ട് ഇതിനൊരു സ്ക്രിപ്റ്റ് എഴുതാനും അതുപോലെ ഇത് പെർഫോം ചെയ്യാനാണ് പറയുന്നത്. എന്നിട്ട് എന്ത് ചെയ്യണം? റെക്കോർഡ് ചെയ്തിട്ട് നിങ്ങളുടെ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, നിങ്ങൾ മുകളിൽ കൊടുത്ത സ്ക്രിപ്റ്റ് അഭിനയിച്ച് കാണിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? അതൊരു റേഡിയോ പ്ലേ ആണ്, അതുകൊണ്ട് വോയിസ് മാത്രം മതി. അപ്പോൾ റെക്കോർഡ് ചെയ്തിട്ട് നിങ്ങളുടെ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ദെൻ നോക്കൂ. നൗ ലെറ്റ്സ് അനലൈസ് എ റേഡിയോ പ്ലേ. ഇനി റേഡിയോ പ്ലേനെ കുറിച്ച് നമുക്കൊന്ന് പറയാം. വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് റേഡിയോ പ്ലേ? ഡിസ്കസ്. എന്തൊക്കെ ഫീച്ചേഴ്സാണ് ഒരു റേഡിയോ പ്ലേക്ക് ഉണ്ടായിരിക്കേണ്ടത് എന്നാണ് ചോദിക്കേണ്ടത്, എന്നാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. ഓക്കെ, വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് റേഡിയോ പ്ലേ? ഒരു റേഡിയോ പ്ലേക്ക് ഉണ്ടായിരിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണ് എന്നാണ് നമ്മൾ പറയേണ്ടത്. ഒന്ന് അവിടെ കൊടുത്തിട്ടുണ്ട്, ക്യാൻ ഓൺലി ബി ഹേർഡ് അല്ലേ. എന്താണ്? അത് കേൾക്കാൻ മാത്രമേ കഴിയുകയുള്ളൂ എന്നതാണ് ഒന്നാമത്തേത്. ഇനി ബാക്കി നിങ്ങൾ ഫില്ലപ്പ് ചെയ്ത് കൊടുക്കണം. എന്തൊക്കെ നിങ്ങൾക്ക് എഴുതാൻ പറ്റും?
Then second നോക്കൂ, which of the following elements are related to radio play? Put a tick mark against the appropriate ones. താഴെ ഒരു കോളത്തിൽ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതിൽ നിങ്ങൾ റേഡിയോ പ്ലേയുമായി ബന്ധപ്പെട്ട ഫീച്ചേഴ്സ് ഏതൊക്കെയാണ് എന്നതിന് ടിക്ക് മാർക്ക് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഏതൊക്കെ ടിക്ക് മാർക്ക് ചെയ്യാം? സൗണ്ട് എഫക്റ്റ്, ക്ലിയർ സ്റ്റോറി ലൈൻ, സൗണ്ട് മോഡുലേഷൻ, ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്, ക്രിസ്പ് ഡയലോഗ്സ്, ദെൻ എഫക്റ്റീവ് നാരേഷൻ, ക്യാച്ചി ഇൻട്രൊഡക്ഷൻ. ഇത്രയും കാര്യങ്ങളാണ് റേഡിയോ പ്ലേയുമായി ബന്ധപ്പെട്ട ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. ദെൻ ഡി പ്രിപ്പയർ ദ സ്ക്രിപ്റ്റ് ഓഫ് റേഡിയോ പ്ലേ ഫോർ ദ ഫോളോയിങ് ഈവൻറ്റ് ആൻഡ് പെർഫോം ഇറ്റ്. താഴെ നിങ്ങൾക്ക് ഒരു ഈവൻറ്റ് കൊടുത്തിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ടിട്ട് നിങ്ങൾ സ്ക്രിപ്റ്റ് തയ്യാറാക്കിയിട്ട് അത് പെർഫോം ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. റേഡിയോ പ്ലേ ആയിട്ട് പെർഫോം ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ സൗണ്ട് മാത്രമേ, വിഷ്വൽ ആവശ്യമില്ല. റേഡിയോ പ്ലേ ആണ് നമ്മൾ പറഞ്ഞു. അത് എന്താണ് ഈവൻറ്റ് നോക്കൂ. ഇമാജിനറി കോൺവെർസേഷൻ ബിറ്റ്വീൻ ജോൺസി ആൻഡ് ന്യൂമോണിയ. ജോൺസിയും ന്യൂമോണിയയും തമ്മിലുള്ള ഒരു കോൺവെർസേഷനാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്? റേഡിയോ പ്ലേ ആയിട്ട് നിങ്ങൾ എഴുതേണ്ടത്. ആദ്യം നിങ്ങൾ അതിനെ സ്ക്രിപ്റ്റ് തയ്യാറാക്കണം. പാനൽ 1, പാനൽ 2 എന്നൊക്കെ പറഞ്ഞ് നമ്മൾ മുകളിൽ ചെയ്തതുപോലെയുള്ള ആദ്യം സ്ക്രിപ്റ്റാണ് നിങ്ങൾ തയ്യാറാക്കേണ്ടത്. അതിനുശേഷം നിങ്ങൾ അത് അവതരിപ്പിക്കണം, പെർഫോം ചെയ്ത് കാണിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് നോക്കാം എന്തൊക്കെ ഡയലോഗ്സുകളാണ് നമ്മൾ എഴുതാൻ നോക്കാം. അതിൻ്റെ കാസ്റ്റ്, ആദ്യം നമ്മൾ സ്ക്രിപ്റ്റാണ് എഴുതാൻ പോകുന്നത് അല്ലേ. സ്ക്രിപ്റ്റിൽ നമ്മൾ ആദ്യം കാസ്റ്റ് എന്തൊക്കെയാണ് നോക്കണം. നാരേറ്റർ ന്യൂമോണിയ ജോൺസി അല്ലേ. കാസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ക്യാരക്ടേഴ്സ് നാരേറ്റർ ന്യൂമോണിയ ജോൺസി. സീൻ എന്തൊക്കെയാണ് കൊടുക്കാം? സീനിൽ മ്യൂസിക് ക്വയറ്റ് സോഫ്റ്റ് ഇൻ ട്യൂൺ അല്ലേ. അങ്ങനെ ഒരു ചെറിയതായിട്ടുള്ളൊരു മ്യൂസിക് നമുക്ക് കൊടുക്കാം. In narrator, many people who were interested in art came to Greenwich Village. There came Joanna, but everyone called her Johnsy. She met Zew over some snacks in a restaurant on 8th Street. Both found they shared the same taste in art, Jane Austen novels, and they became thick friends. That was in May. In November, the red-fisted cold Mr. Pneumonia visited the city looking for prey. He found the thin, fragile-looking Johnsy and decided to touch her with his cold fingers laying on her bed. Johnsy saw the scary figure of Pneumonia in front of her and she talks to him. അല്ലേ. ഇത്രയാണ് നമ്മൾ നരേഷനിൽ എന്തൊക്കെയാണ് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ന്യൂമോണിയ ജോൺസിയുടെ അടുത്ത് എത്തിയിട്ട് എങ്ങനെയാണ് ജോൺസിയുടേക്ക് എത്തിയത് എന്നുള്ള നരേഷനാണ് നമ്മൾ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ഇനി നമുക്ക് അവർ തമ്മിലുള്ള കോൺവെർസേഷൻ്റെ ഡയലോഗ്സ് ആണ് നമുക്ക് എഴുതാനുള്ളത്. നോക്കാം. ജോൺസി, who are you? Why do you look so scary? Pneumonia, I am Pneumonia. Do I look scary? Who are you? ജോൺസി ചോദിക്കുകയാണ്. Yes, you do. I am Johnsy. Tell me, why are you here? അപ്പോൾ ന്യൂമോണിയ പറയാണ്, why am I here? Am I here to take people out of their troubles? Then ജോൺസി പറയാണ്, so are you representative of God? But angels look divine and you do not. Pneumonia, no. God saves life and I, the representative of Satan, ടേക്ക് ലൈവ്സ് അല്ലേ. ഞാൻ ദൈവത്തിൻ്റെ റെപ്രസെൻറ്റേറ്റീവ് ഒന്നുമില്ല, പ്രതിനിധി ഒന്നുമില്ല, ഞാൻ സാത്താൻ്റെ പ്രതിനിധിയാണ് എന്ന് ന്യൂമോണിയ പറയാണ്. ജോൺസി, യു ആർ ഗോയിങ് ടു കിൽ മീ ആറിൻറ്റ് യു? നീ എന്നെ കൊല്ലാൻ പോകുകയാണോ? അങ്ങനെയാണോ? അപ്പോൾ ന്യൂമോണിയ പറയുകയാണ്, കിൽ യു? കൊല്ലാൻ പോകുകയോ? വെൽ, ഐ ആം ഗോയിങ് ടു പാസ് മൈ ജേംസ് ടു യുവർ ബോഡി, ദാറ്റ്സ് ഓൾ. ഞാൻ എന്ത് ചെയ്യുന്നത്? എൻ്റെ ജേംസിനെ നിൻ്റെ ശരീരത്തിലേക്ക് കൈമാറുകയാണ്. അത്രയേ ഉള്ളൂ ഞാൻ ചെയ്യുന്ന പണി എന്ന് ന്യൂമോണിയ പറയണം. അപ്പോൾ ജോൺസി പറയാണ്, വാട്ട് വിൽ ഹാപ്പൻ ടു മീ ദെൻ? അങ്ങനെയാണെങ്കിൽ എനിക്ക് പിന്നെ എന്താ സംഭവിക്കുക എന്ന് പറയണം. അപ്പോൾ ന്യൂമോണിയ പറയണം, ഐ ഡിസൈഡഡ് ടു ഇൻഫെക്റ്റ് യു ബിക്കോസ് യു ലുക്ക് മെൻ്റലി വീക്ക്. യുവർ മെൻ്റൽ സ്റ്റേറ്റ് വിൽ കിൽ ഓർ സേവ് യു എന്ന് പറയുകയാണ് അല്ലേ. ഞാൻ നിൻ്റെ അടുത്തേക്ക് വരികയാണെങ്കിൽ അത് നിൻ്റെ മെൻ്റലി ആയിട്ട് നിന്നെ അത് വീക്കാക്കുമെന്നാണ് പറയുന്നത്. ജോൺസി പറയും, നോ 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 പ്ലീസ് ഡോണ്ട് എന്ന് പറയാൻ. നോ, നീ അത് ചെയ്യരുത്, അങ്ങനെ ചെയ്യരുത് എന്ന് ജോൺസി പറയാണ്. Then വീണ്ടും narrator. Her voice became weak as pneumonia infected her. She started looking through the blank wall of the opposite building. Slowly she started to correlate her life with the falling of leaves from the ivy vine, and she began her slow but painful wait for death.
അല്ലേ? ഇനി ബാക്കി എന്താണ് എഴുതേണ്ടത്? നമ്മൾ ബാക്കി എന്താണ് പിന്നെ അവിടെ സംഭവിച്ചിരിക്കുന്നത് എന്ന് നമ്മൾ ഒരു നരേഷനിലൂടെ ഒന്ന് ജസ്റ്റ് സ്ക്രിപ്റ്റായിട്ട് എഴുതി വെക്കുകയാണ് ചെയ്യേണ്ടത്. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ റേഡിയോ പ്ലേക്ക് വേണ്ടിയുള്ള സ്ക്രിപ്റ്റ് തയ്യാറാക്കേണ്ടത്. ഇനി നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ ഇത് എഴുതിയതിന് ശേഷം നിങ്ങൾ ഇതുപോലെ ഒന്ന് പെർഫോം ചെയ്യാൻ ശ്രമിക്കണം. ഓക്കെ, ഇത്രയേ ഉള്ളൂ നമ്മുടെ ഫസ്റ്റ് പാർട്ടിലെ ആക്ടിവിറ്റി നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത്. ഇനി ബാക്കിയുള്ള ആക്ടിവിറ്റീസ് എല്ലാം ലാംഗ്വേജ് ആക്ടിവിറ്റീസ് മുതലാണ് ഇനി നമുക്ക് എടുക്കാനുള്ളത്. അത് നമ്മൾ അടുത്ത പാർട്ടിലായിട്ട് ചെയ്യും, അടുത്ത വീഡിയോ ആയിട്ട് നമ്മൾ ചെയ്യും. ഒരുപാട് ലെങ്തി ആയി പോകണ്ടെന്ന് വിചാരിച്ചിട്ടാണ് 2 പാർട്ടാക്കി മാറ്റിയത്. ഓക്കെ, ഇനി നിങ്ങൾക്ക് ഇതിൽ നമ്മൾ ചെയ്തതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഇത് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും എത്തിക്കുക, ഷെയർ ചെയ്യുക, പിന്നെ അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ഇനി അടുത്ത വീഡിയോയുമായിട്ട് വീണ്ടും കാണുന്നത് വരെ സ്റ്റേ ട്യൂൺ. വിഷ് യു ഓൾ ദ ബെസ്റ്റ് ആൻഡ് ബൈ.